എന്താണ് ക്ലാസ് എല്ലാരും ഇവിടെ? മിസ്സേ എന്താണ് നേരത്തെ അവിടെ പറഞ്ഞിരുന്നത്? ഒരു ചെറിയ പരിപാടി ഉണ്ട് നാളെ, എല്ലാവരും ഡാൻസ് കളിക്കണം ഇതൊക്കെയാണ്. അതോ നമ്മൾ ആനുവൽ ഡേ ആഘോഷിച്ചില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ആനുവൽ ഡേ ആഘോഷിക്കാൻ പോവാണ്. നിങ്ങൾ അത്ര തുള്ളി ചാടൊന്നും വേണ്ട, നമ്മൾ വലിയ പരിപാടി ഒന്നും അല്ല ആക്കണത്, ചെറിയ പരിപാടി കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ള ഒരു പരിപാടി പോലെ എന്ന് വെച്ചാൽ നമ്മൾ 8 മണിക്ക് തുടങ്ങിയിട്ട് ഉച്ച 3 മണിയാകുമ്പോൾ നിർത്തും. അപ്പം മിസ്സേ ഇത് ഇത്രയല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് നല്ലപോലെ ആഘോഷിക്കാൻ പറ്റൂലല്ലോ. അതെന്താണെന്നറിയോ, എല്ലാ സ്കൂളിലും എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ പാട്ടും ഡാൻസും ഒക്കെ കളിക്കണ്ടേ, അത് നല്ലതാണോ? അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സാം ഇതല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ക്ലാസ് ആണ്. ക്ലാസ് എന്ന് വെച്ചാൽ സ്കൂള്. അപ്പൊ ഇതുവരെ വെച്ചത് നിങ്ങളെ ഭാഗ്യം കൊണ്ടാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാ, ഡാൻസ് പഠിച്ചിട്ട് വരിക. അല്ല പിങ്കി എന്താ ഇങ്ങനെ വരായിരുന്നു? അത് മിസ് ഇന്നലെ പറഞ്ഞില്ലേ നാളെ ക്ലാസ് ഇല്ലാന്ന്, അത് ഡിലീറ്റ് ആക്കി മിസ് പറഞ്ഞില്ലേ നാളെ സ്കൂൾ ഉണ്ട് കിട്ടാന്ന്. അത് ഞാൻ ഡിലീറ്റ് ആക്കിയത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ കണ്ടത് നാളെ സ്കൂളില്ലാന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരായിരുന്നത്. ആ ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും വീട്ടിലോട്ട് പോയിക്കോട്ടോ. അപ്പൊ വെള്ളടിച്ചു, എല്ലാവരും വീട്ടിലോട്ട് പോയിക്കോട്ടോ. എടി മണിക്കുട്ടി, നീ നാളത്തേക്ക് ഡാൻസ് കളിക്കണ്ടോ? പിന്നെ കളിക്കാതെ, നാളെ നമ്മുടെ ആനുവൽ ഡേ അല്ലേ. അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ നീ എന്താ ചോദിച്ചേ? നാളത്തേക്ക് നീ ഡാൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും കളിക്കണ്ടോ? നമുക്ക് ഉണ്ടാക്കുക ഒരു ഡാൻസ് കളിച്ചാലോ? നമ്മൾ രണ്ടാം കൂടിയോ? ആ നമുക്ക് രണ്ടാൾ കൂടി ഡാൻസ് കളിക്കാം. ആ ശരി എടി, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഡാൻസ് കളിച്ചാലോ? ഞാനും ആലോചിക്കണ്ടേ, നമ്മൾ എല്ലാവരും കൂടി ഡാൻസ് കളിച്ചില്ലല്ലോ. മിസ് പറഞ്ഞിട്ടില്ലേ നമുക്ക് എല്ലാവരും കൂടി ഡാൻസ് കളിക്കണം എന്ന്? മിസ് എന്നെപ്പോഴാ പറഞ്ഞേ? അല്ല സോറി നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ നാളെ എല്ലാരും വരണം. അല്ല ആര് വീട്ടിൽ വെച്ചിട്ടാ ഡാൻസ് കളിക്കാ? എന്റെ വീട്ടിൽ വന്നാലോ? എടി നിന്റെ വീട്ടിൽ വന്നാ കൊറേ ദൂരല്ലേ. ആ അപ്പൊ ആര് വീട്ടിൽ പോകും? എല്ലാരും എന്റെ വീട്ടിൽ പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീടും അറിയാം, എന്റെ വീട്ടിൽ കുറച്ചേ ഉള്ളൂ. അത് ശരിയാ, നമുക്ക് ഇവിടെ വീട്ടിൽ കണ്ടു പോവാ. അപ്പൊ സെറ്റ് പിങ്കിന്റെ വീട്ടിൽ തന്നെ. ആമിനായിട്ട് എന്താ പറയാള്? ഒന്നും പറയാനില്ല. അപ്പൊ സെറ്റ് പിങ്കിന്റെ വീട് തന്നെ സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ രാവിലെ തന്നെ അങ്ങോട്ട് വരാം. നാളെ രാവിലെ തന്നെ പറയുമ്പോ ഒരു 10 മണിയാകുമ്പോ എല്ലാരും ആ വീട്ടിലെത്തണം. ആ അതൊക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ ആരും ലേറ്റ് ആവരുത്. ആ ഓക്കെ. എടി ബാക്കിയുള്ളവർ എവിടെ കിടക്കുക? ഓരിപ്പോ വന്നോളും. ആ ബെല്ലടിക്കണ്ടല്ലോ, ഓരുണ്ടാവും ഇക്കാരം. വായ നോക്കാം. ആ എവിടെയായിരുന്നു? ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ റോഡിന്റെ അവിടെ പട്ടോള് ഇരിക്കണം. ഞങ്ങൾ ഓരോ തന്നെ എത്തിച്ചിട്ട് വന്നതാ. ആ ഓക്കെ ശരി, ബാ റൂമിലോട്ട് വായോ, നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. എവിടെയാണ് എന്റെ റൂം? ആ മേലെ കാണുന്നതാണ്. അതോ റൂമിൽ മറ്റേ 2 ചെക്കന്മാര് കിടക്കാണ്. നമ്മൾ ഡാൻസ് കളിക്കാറുണ്ടെങ്കിൽ അവരെന്തായാലും കളിയാക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ കളിക്കാം. സംസാരിച്ച് ഇരിക്കാതെ വാ കളിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്നറിയോ? എന്താണ് ഫസ്റ്റ് എന്ത് ചെയ്യാ, ഈ പാറുട്ടി ഇവളെ കൈമ ഇങ്ങോട്ട് പിടിക്കാം. ആ എന്നിട്ട് ഞാൻ ഇതിന്റെ ചുറ്റോരം ഇങ്ങനെ നടക്കും. ഇങ്ങനെ നടക്കും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ചുറ്റോരം ഇങ്ങനെ നടക്കണം കേട്ടോ. ഓക്കെ, നീ വീണ്ടും ചുറ്റോരം നടക്ക്. നീ എന്നാ മോൾക്ക് കൈ വെക്കണേ? അതോ എന്റെ ബാക്കിൽ മുമ്പിൽ ആരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ നിവർത്തിയിട്ട് ഞാൻ നടക്കാം. ആ ഓക്കെ. ആ ഇങ്ങനെ കൈ വെച്ചിട്ട് കൈ മാറ്റണ്ട, കാലി ഞാൻ അങ്ങോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ പഠിക്കാൻ സമയമൊക്കെ കഴിഞ്ഞില്ലേ, നിങ്ങൾ പോവാ. ശരി, ഇങ്ങനെ ടാറ്റ. ആ നമുക്ക് നാളെ ആനുവൽ ഡേ അല്ലേ, അപ്പൊ നമുക്ക് നാളെ പഠിക്കാലോ. നാളെ ക്ലാസ്സിൽ എത്തിയ വാടെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നാളെ എല്ലാവരും നേരത്തെ വരണം കേട്ടോ. ആ അതെ ശരിയാണ്, നാളെ എല്ലാവരും നേരത്തെ വരണേ, പ്രത്യേകിച്ച് എന്നോട്. ശരി ബൈ ബൈ.